ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഇതാ എണീറ്റ് വരുമ്പോൾ തന്നെ നല്ല മഴയാട്ടോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങനെ മഴയുടെ ആ സൗണ്ടൊക്കെ കേട്ട് കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്ന്. അപ്പോഴാണ് ബോധം വന്നത്, സത്യം പറഞ്ഞാൽ അയ്യോ ഇങ്ങനെ നോക്കി നിന്നാൽ എൻ്റെ പണിയൊന്നും നടക്കില്ലല്ലോ എന്ന്. പിന്നെ അകത്തേക്ക് വന്നതാ കാപ്പിയുടെ കാര്യമൊക്കെ നോക്കാനായിട്ട്. ഇന്ന് കണ്ണന് സ്കൂളിൽ പോകേണ്ട ദിവസമല്ലേ, പക്ഷെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. രാവിലെ ഈ മഴയത്ത് ഇങ്ങനെ എഴുന്നേറ്റ് ജോലിയൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. എനിക്ക് എവിടെയെങ്കിലും ഇങ്ങനെ മഴയുള്ള ദിവസമൊക്കെ ആണെങ്കിൽ മൂടി പൊതിച്ച് ഇങ്ങനെ കിടക്കാൻ ഭയങ്കര സന്തോഷമാട്ടോ. പക്ഷേ സ്കൂളിൽ വിടണ്ടേ മോനെ, അപ്പോൾ അങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എഴുന്നേറ്റ് വന്നിട്ട് ഇതാ ഓരോരോ പണികളായിട്ട് തീർക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ മുട്ടക്കറിയും അപ്പമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. മുട്ട റോസ്റ്റ് പോലെ ചെയ്തിട്ട് വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ അതിനുള്ള മുട്ട വേവിക്കാനായിട്ട് ആദ്യം അടുപ്പത്തേക്ക് വെച്ച്, പിന്നെ ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ച്, ചോറ് തിളച്ച് ഊറ്റാണ്. പിന്നെ കുറച്ച് കോവക്ക ഉണ്ടായിരുന്നു, അത് തോരനും വെച്ച് ഒരു മീനും വറുത്താണ് അവന് ഉച്ചക്കത്തേക്ക് കൊടുത്തു വിടുന്നത്. മാവൊക്കെ ഇന്നലെ തന്നെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി പൊങ്ങി വരുമോ മാവ്, മഴയൊക്കെ തണുപ്പുള്ളപ്പോഴത്തേക്ക് മാവൊക്കെ പൊങ്ങി വരാൻ ഭയങ്കര പാടാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഞാനും വിചാരിച്ചായിരുന്നേ കിടന്നത്. പക്ഷേ വന്ന് നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് പൊന്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരുന്നു, നല്ല കുഴിയൊക്കെയുള്ള എപ്പോഴും കടയിൽ നിന്നൊക്കെ കിട്ടില്ലേ അതേപോലെ അപ്പം തന്നെ ആക്കി കിട്ടിയിട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു മീനും വറുക്കാൻ വെച്ചിട്ട് പിന്നെ ഇതാ മുട്ടക്കറിയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണേ. അപ്പോൾ വേഗം തന്നെ മോന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയാൽ പിന്നെ പതുക്കെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ പതുക്കെ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ആദ്യം തന്നെ മുട്ടക്കറി ആക്കി എടുക്കുകയാണ്. ജോലി തുടങ്ങിക്കിട്ടാനാണ് പ്രയാസം. തുടങ്ങി കിട്ടിയാൽ പിന്നെ പടപടപടേന്നും പറഞ്ഞ് അങ്ങോട്ട് പോകും. ഒന്ന് സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയില്ലേ, ആ സ്റ്റാർട്ടിങ് ട്രബിളിൽ അങ്ങനെ കുറച്ച് നേരം ഒന്ന് നിന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേഗം തന്നെ പണികളൊക്കെ അങ്ങോട്ട് തീർക്കാനായിട്ടുള്ളൊരു അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതാ വേഗം തന്നെ മുട്ടക്കറി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ ചാറൊന്നും എടുക്കുന്നില്ല. ഈ പുട്ടൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോഴേ ചാറ് വേണ്ട. അപ്പോൾ ഇങ്ങനെ മുട്ട റോസ്റ്റൊക്കെ ചെയ്തെടുക്കുമ്പോഴാണ് അപ്പത്തിനൊക്കെ നല്ലത്. അങ്ങനെ ഞാൻ ആക്കിയെടുത്തതാണേ. അത് കഴിഞ്ഞിട്ട് ആ ചായ ആക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അപ്പുറത്ത് അപ്പം ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. ഏട്ടനും പോകണം. കണ്ണന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ഒരു അപ്പമൊക്കെയാണ് മാക്സിമം കഴിക്കുള്ളൂ. പിന്നെ അവനും കൊടുത്തു വിട്ടിട്ട് പിന്നെ ചോറെടുക്കുകയാണ്. ചോറെടുത്ത് ഒരു മീൻ വറുത്തതുണ്ടായിരുന്നു, അതും പിന്നെ തോരനും ആക്കി എടുത്തിട്ട് അവൻ്റെ ലഞ്ച് എടുത്ത് വെക്കുകയാണേ. അപ്പോൾ ഏട്ടൻ അവനെ റെഡിയാക്കി ഡ്രസ്സൊക്കെ ആക്കി റെഡിയാക്കുന്നുണ്ട്. ആ സമയത്ത് കമ്മണി എഴുന്നേറ്റ് വന്നിട്ട് അവൻ്റെ ലഞ്ച് ബാഗും ഒക്കെ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അവൾ വന്നിട്ട് ഇങ്ങനെ ചേട്ടനെ പോകാനുള്ള ഓരോ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചെറിയ മഴയുണ്ടെങ്കിൽ അവൾക്കും കൂടെ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചായിരുന്നു. ഒരു കോട്ടൊക്കെ ഇട്ട് അവളെ റെഡിയാക്കി വണ്ടിയുടെ ഫ്രണ്ടിൽ അങ്ങനെ നിർത്തിയിട്ടാണ്. അങ്ങനെ കണ്ണ് റെഡിയായി ഇറങ്ങി. അപ്പോൾ ഒരുവിധം എൻ്റെ പണികളും തീർന്നു. ഇനി കുറച്ച് നേരം ഫ്രീ ആയിട്ട് അങ്ങോട്ട് ഇരിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും കണ്ടതിന് താങ്ക് യു സോ മച്ച്. ഇനിയും വരുന്ന വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.